ദിവ്യഗർഭം വാഗ്ദാനം ചെയ്ത് യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വ്യാജസിദ്ധൻ അറസ്റ്റിൽ. മലപ്പുറം കാളികാവ് സ്വദേശി സജിൽ ചെറുപാണക്കാടിനെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് നിന്ന് കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരുടെ ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ച് കയറി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. ഒരു ആത്മീയ യൂട്യൂബ് ചാനൽ വഴിയാണ് സജിൻ ഷർഫുദ്ദീനെ യുവതി പരിചയപ്പെട്ടത്. ആഭിചാരക്രിയ വശമുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് യുവതിയുമായി പ്രതി ബന്ധം സ്ഥാപിച്ചത്. ഇയാൾക്കെതിരെ സമാനമായ കേസുകൾ വേറെയുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. താൻ മഹദി ഇമാം ആണെന്ന് അവകാശപ്പെട്ട് മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനൽ നടത്തിവരുന്ന കാളികാവ് ഉദിരമ്പൊയിൽ സ്വദേശി സജിൽ ഷറഫുദ്ദീൻ ആണ് പോലീസിന്റെ പിടിയിലായത്. ഷൈഖുന സജിൽ ചെറുപാണക്കാട് എന്ന പേരിലായിരുന്നു ഇയാളുടെ തട്ടിപ്പ്. ദിവ്യഗർഭം ധരിപ്പിക്കാം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിലായിരുന്നു പ്രതി. വ്യാജസിദ്ധനെ മലപ്പുറം കൊളത്തൂർ പോലീസ് തിരുവനന്തപുരം നെടുമങ്ങാട് വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പരാതിക്കാരിയെ പ്രതി യൂട്യൂബ് ചാനലിലൂടെയാണ് പരിചയപ്പെട്ടത്. ആഭിചാരക്രിയകൾ ചെയ്യുന്ന ആളാണെന്ന് വിശ്വസിപ്പിച്ച് ബന്ധം തുടർന്ന് പരാതിക്കാരി താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ചു കടന്നായിരുന്നു പീഡനം. യുവതിയുടെ വായ പൊത്തിപ്പിടിച്ചാണ് പ്രതി ബലാത്സംഗം ചെയ്തതെന്ന് പരാതിയിൽ പറയുന്നു. ഇയാൾ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ഒക്ടോബർ 24 രജിസ്റ്റർ ചെയ്ത സമാന കേസിലും പ്രതിയാണ്. കൽപ്പകഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പരാതിക്കാരിയുടെ അടുത്ത ബന്ധുവിനെയാണ് വ്യാജസിദ്ധൻ ബലാത്സംഗം ചെയ്തത്. ആത്മീയ കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്ന പ്രതിയുടെ മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനലിന് നിരവധി ഫോളോവേഴ്സ് ഉണ്ട്. കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തറിഞ്ഞ് പ്രതി ഒളിവിലായിരുന്നു. ഇയാൾ പിടിയിലായതറിഞ്ഞ് കൂടുതൽ പരാതിക്കാർ രംഗത്തു വരാനും സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് 18 മലപ്പുറം. കേരളത്തെ നടുക്കിയ കുട്ടനാട് കൈനകരി അനിതാ കൊലക്കേസിൽ 2ാം പ്രതിക്കും വധശിക്ഷ. കൈനകരി സ്വദേശിനി രജനിക്കാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. 1ാം പ്രതി നിലമ്പൂർ മുതുകോട് സ്വദേശി പ്രബീഷിനും കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ചിരുന്നു. വിവാഹിതനായ പ്രബീഷ് ഒരേ സമയം അനിതയും രജനിയുമായി അടുപ്പത്തിലായിരുന്നു. അനിത ഗർഭിണിയായപ്പോൾ ഗർഭഛിദ്രം നടത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ഇരുവരും ചേർന്ന് കൊലപാതകം നടത്തിയത്.